എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ ക്യൂയിങ് തിയറിയുടെ 3ാമത്തെ ക്ലാസ്സാണിത്. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ക്യൂയിങ് തിയറിയെ പറ്റി കംപ്ലീറ്റ് ആയി മനസ്സിലാക്കാൻ വേണ്ടി പ്ലേലിസ്റ്റിലെ മുഴുവൻ വീഡിയോസും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ക്യൂയിങ് തിയറിയിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് പരിചയപ്പെടാം. ആദ്യമായി വെയിറ്റിംഗ് ടൈം. സർവീസ് ഫെസിലിറ്റിയുടെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ കസ്റ്റമേഴ്സിന് സർവീസ് ലഭിക്കുന്നതിനായി ക്യൂയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ സർവീസ് കസ്റ്റമേഴ്സിന് ലഭിച്ച ശേഷം ആ കസ്റ്റമർ സെർവ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതായത് സർവീസ് കിട്ടിക്കഴിഞ്ഞ ആ ഒരു അവസ്ഥ. ആ സെർവ്ഡ് സ്റ്റേറ്റിലാകുന്നതിന് മുൻപ് വരെ ആ കസ്റ്റമറിന് വെയിറ്റ് ചെയ്യേണ്ടി വന്ന ആ സമയത്തിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. ഇൻ ക്യൂയിങ് തിയറി, വെയിറ്റിംഗ് time refers to the duration a customer or unit spends in a queue before receiving service, including both waiting in the queue and being served. അതായത് നമ്മൾ ഒരു ക്യൂയിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യാനായി ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നല്ല ക്യൂ ഉണ്ടെന്ന് കരുതുക. സ്വാഭാവികമായും നമ്മളും ആ ക്യൂയിൽ നിൽക്കുന്നു. നമ്മുടെ മുന്നിലുള്ളവരെല്ലാം വോട്ട് ചെയ്തിറങ്ങി നെക്സ്റ്റ് ടേൺ നമ്മുടെ ആകുന്നതുവരെ നമ്മൾ ആ ക്യൂയിൽ വെയിറ്റ് ചെയ്യണ്ടേ? ആ ടൈം ഡ്യൂറേഷന്റെ പേരാണ് ക്യൂയിങ് ടൈം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം എ കസ്റ്റമർ സ്പെൻഡ്സ് വെയിറ്റിംഗ് ഇൻ ലൈൻ ബിഫോർ ഇറ്റ് ക്യാൻ ബി അറ്റൻഡഡ് ബൈ എ സെർവർ. അതായത് നമ്മൾ ഏത് സർവീസ് കിട്ടുന്നതിന് വേണ്ടിയാണോ ക്യൂ നിൽക്കുന്നത്, ആ സർവീസ് നൽകാനായി സെർവർ ഫ്രീ ആകുന്നതിന്, അതായത് നമ്മുടെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന കസ്റ്റമർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മളെ സെർവ് ചെയ്യാനായിട്ട് ആ സെർവർ റെഡി ആയി നിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുവരെ നമ്മൾ ആ ക്യൂയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്ന ടൈം ഡ്യൂറേഷൻ ആണ് ക്യൂയിങ് ടൈം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ ഉണ്ടല്ലോ, അതിലിനി നെക്സ്റ്റ് വോട്ട് ചെയ്യാനായി നമ്മുടെ ടേൺ എത്തി എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്ത് നമ്മുടെ വിരലിൽ മഷി തേച്ച് വോട്ട് ചെയ്ത് ഇറങ്ങാനായി നമ്മളും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എടുക്കാറില്ലേ? ആ സമയമാണ് സർവീസ് ടൈം. ഇറ്റ് ഈസ് ദ ടൈം സ്പെൻഡ്സ് ബൈ എ കസ്റ്റമർ വിത്തിൻ ദ സർവീസ് പ്രോസസ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ സർവീസ് ടു ഇറ്റ്സ് കംപ്ലീഷൻ. അതായത് നമുക്ക് ആ സർവീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം, അതായത് നമുക്ക് സർവീസ് തരാനായി സ്റ്റാർട്ട് ചെയ്ത് ആ സർവീസ് നമുക്ക് കിട്ടിക്കഴിയുന്നത് വരെയുള്ള ആ ടൈം പീരിയഡ് ആണ് സർവീസ് ടൈം. ഈ ക്യൂയിങ് ടൈമും സർവീസ് ടൈമും ചേരുന്നതാണ് വെയിറ്റിംഗ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഒരു സർവീസ് ലഭിക്കുന്നതിനായി ക്യൂ നിൽക്കേണ്ടി വരുന്ന കസ്റ്റമറിന് ആ സർവീസ് കിട്ടിക്കഴിയുന്നത് വരെ, അതായത് ആ ഒരു കസ്റ്റമർ സെർവ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിന് തൊട്ട് മുൻപ് വരെ ചെലവഴിക്കേണ്ടി വന്ന സമയത്തിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂയിങ് തിയറിയിലെ വെയിറ്റിംഗ് ടൈം, ക്യൂയിങ് ടൈം, സർവീസ് ടൈം, ഇത് മൂന്നും എന്താണെന്ന് ക്ലിയർ ആയോ? വീഡിയോ ക്ലിയർ ആണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്